ഹേ ഗൈസ്, വീഡിയോ ഞാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 18 and 19 ഓഫ് 50 days ചലഞ്ച്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് തേഴ്സ്ഡേ ആയിരുന്നു. പക്ഷേ തേഴ്സ്ഡേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഫ്രൈഡേ ആവും. ഫ്രൈഡേ ഒരു ടൈം പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫ്രൈഡേ ആവും. അപ്പോൾ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ 11:46 ആണ് ടൈം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ടു ഡു ലിസ്റ്റ് എല്ലാം ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കുറച്ച് ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. വേറെ നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതിയെടുക്കാറുണ്ട്. കുറച്ച് എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് ഉണ്ട് കെമിസ്ട്രിയുടെ നാളെ. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് മാത്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടു ഡു ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കുറേ ഷോർട്ട് നോട്ട്സ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ അത് വിഷ്വലിൽ കാണിക്കാറില്ലെന്നു. ഞാൻ ഇന്നും കൂടെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ബയോളജിയുടെ 3rd ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ടായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും എടുത്തില്ലെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട് കൊണ്ടുപോയി നമ്മൾ അതിന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു A4 പേപ്പറിൽ ഒരു 2 പേപ്പറാണ്, എനിക്ക് അത്രയും മതി. ഒരു 2 A4 പേപ്പർ എടുത്തിട്ടാണ് ഞാൻ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡേ 18 and 19 ടു ഡു ലിസ്റ്റ്. വാച്ച് കെമിസ്ട്രിയിലെ 5th ചാപ്റ്റർ കാണണം. നാളെ 8:30 ലൈവ്. അപ്പോൾ അത് കാണണം. പിന്നെ കംപ്ലീറ്റ് നോട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബാച്ചിൽ നോട്ട്സിനെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ റിവൈസ് എന്ന് വെച്ചാൽ കെമിസ്ട്രി റിവൈസ് ചെയ്യാം. പിന്നെ വാച്ച് എനി പ്രീവിയസ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്കാണ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രീവിയസ് ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും കുറിച്ച് കാണുക. പിന്നെ റൈറ്റ് 1 എക്സാം. അപ്പോൾ എനിക്ക് കുറച്ച് എക്സാം എഴുതാറുണ്ട്. ഞാൻ മിക്കവാറും ഒന്നെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ബയോളജി ആയിരിക്കും നാളെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡേ 18 and 19 ഞാൻ ക്രിയേറ്റ് ചെയ്ത ടു ഡു ലിസ്റ്റ്. ഞാൻ ചിലപ്പോൾ ജോഗ്രഫിയും കൂടെ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. കാരണം ജോഗ്രഫിയും കൂടെ എനിക്ക് ജോഗ്രഫിയാണ് കുറച്ച് ടഫ്. എനിക്ക് ഹിസ്റ്ററി എളുപ്പമാണ്, പക്ഷേ ജോഗ്രഫിയാണ് കുറച്ച് ടഫ്. അപ്പോൾ നമുക്ക് ജോഗ്രഫിയും കൂടെ ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ ഞാൻ വർക്ക്ഷീറ്റാണ് ഞാൻ ചെയ്യുന്നത്. വർക്ക്ഷീറ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ജോഗ്രഫിയിലെ വർക്ക്ഷീറ്റ് ചെയ്യാമെന്ന് വെച്ചു. ചാപ്റ്റർ 3 ആണ് ജോഗ്രഫിയിൽ. അപ്പോൾ അത് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൽ ടു ഡു ലിസ്റ്റ്. ഏകദേശം I think 6 yes 1 2 3 4 5 6 ടു ഡു ലിസ്റ്റാണുള്ളത്. 6 ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത് ഡേ 18 and 19. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ടൈം ഏകദേശം 12 o'clock അടുപ്പിച്ചാവാറായിട്ടുണ്ട്. ഇപ്പോൾ 11:54 ആണ്. അപ്പോൾ നമുക്കിനി രാവിലെ വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി രാവിലെ കാണാം. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് നമുക്കൊരു അടിപൊളി ഡേ ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിനി രാവിലെ കാണാം. നമ്മുടെ ലാപ്പും കാര്യങ്ങളും പിന്നെ എൻ്റെ ബുക്സ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ചിലതിലൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്ത്, അതുകൊണ്ടാണ്. എന്തായാലും നമുക്കിനി ഇതെല്ലാം സെറ്റ് ചെയ്ത് നാളെ അടിപൊളി ഡേ ആവട്ടെ. അപ്പോൾ നമുക്കിനി 18 and 19 നമുക്ക് മോർണിംഗ് കാണാം. അപ്പോൾ ഏവർക്കും മോർണിംഗ് കാണാം. ഇപ്പോൾ നമുക്ക് മോർണിംഗ് കാണാം. അപ്പോൾ ഇപ്പോൾ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച കഴിച്ചപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2:01. അപ്പോൾ നമുക്കിന്ന് ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാച്ച് കെമിസ്ട്രി കംപ്ലീറ്റ് നോട്ട്സ് റിവൈസ് ആണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാത്രി 8:30 അപ്പോൾ നമുക്കത് അപ്പം കണ്ടാൽ മതി. 8:30 നോട്ട്സും അപ്പോൾ നമുക്ക് അതിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ റിവൈസും ആ സമയത്താണ്. അപ്പോൾ ആദ്യത്തെ 3 ടു ഡു ലിസ്റ്റ് എല്ലാം രാത്രിത്തേക്കുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ ചെയ്യാനുള്ള വാച്ച് ഇനി പ്രീവിയസ് ക്ലാസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഞാൻ ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രീവിയസ് ക്ലാസ് കാണുക.
പിന്നെ റൈറ്റ് 1 എക്സാം. അപ്പോൾ ഈ എക്സാം ഉണ്ട്. ഡു വർക്ക് ഷീറ്റ് ഓഫ് ജോഗ്രഫിയിലെ വർക്ക് ഷീറ്റും ചെയ്യേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും പ്രീവിയസ് ക്ലാസ് ഇരുന്ന് കാണാൻ നിൽക്കുക. അപ്പോൾ ഞാൻ അതിനൊക്കെ വേണ്ടി ഞാൻ കുറച്ച് 2 നോട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരു ബുക്കിൽ എഴുതാമെന്ന് വെച്ചാൽ നടക്കത്തില്ല, മൊത്തവും കൂടെ മിക്സായി. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ 2 നോട്ട് എടുത്തിട്ടുണ്ട്. ഇത് പഴയ നോട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ ഇത് 2 ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഫിസിക്സിൻ്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് കാണാം. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഡേ 18 and 19 ഫിസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എന്തായാലും ഞാൻ ക്ലാസ് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് വരാം. കാരണം ഈ ഫോണിലാണ് ഞാൻ ക്ലാസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫിസിക്സിൻ്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ 11-12 ആയി. കാരണം ഞാൻ ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് എന്നിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പോൾ ബ്രേക്ക് എടുത്തു, എന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ തന്നെ 2 ആയെന്ന് തോന്നുന്നു ടൈം. എന്നിട്ട് ഞാൻ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ക്ലാസ് കണ്ടപ്പോൾ ക്ലീനിങ് ആയിരുന്നു വീട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സിൻ്റെ ഗ്രാവിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, നമ്മളെ ചാപ്റ്റർ 4 നമ്മളെ അലക്സ് സാറ് യൂട്യൂബ് ക്ലാസ് എടുത്ത് അത് കണ്ടു. എന്നിട്ട് കെമിസ്ട്രി ഇപ്പോൾ ഇരുന്ന് കാണണം. ഇപ്പോൾ ഏകദേശം ടൈമെന്ന് പറഞ്ഞാൽ 11-2 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഡേ 20ലെയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത് ഡേ 18, 19, 20യും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ കെമിസ്ട്രി കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കെമിസ്ട്രി കണ്ട് മിക്കവാറും ഞാൻ അത് പകുതി ബ്രേക്ക് എടുത്തായിരിക്കും കാണണം. കാരണം ഞാൻ ചിലപ്പോൾ ഉറങ്ങാൻ പോകും. കാരണം രാത്രി നമ്മളെ മാക്സിമം പറ്റുന്നത്രേ കാണാൻ പറ്റും. അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് എങ്കിൽ ഞാൻ രാവിലെ ആയിരിക്കും ബാക്കി പറയുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചിരുന്ന് കാണും, എന്നിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് ബാക്കി നാളെ എന്നിട്ട് എക്സാം പെൻഡിങ് ആണ്. അപ്പോൾ പിന്നെ ജോഗ്രഫി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് പെൻഡിങ്ങിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നാളെ ക്ലിയർ ചെയ്ത് നീങ്ങും. അപ്പോൾ എന്തായാലും കെമിസ്ട്രി ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി നാളെ രാവിലെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ കെമിസ്ട്രി എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്ന ഇപ്പോൾ എടുക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ 3:14 ആണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി കുറച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്ന് ഞാൻ ജോഗ്രഫി എക്സാമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എക്സാമാണ് വർക്ക് ഷീറ്റ്. എന്നിട്ട് ഞാൻ അമ്മ കറക്റ്റ് ചെയ്യും. അപ്പോൾ ജോഗ്രഫി നമുക്ക് നോട്ടിലോട്ട് എഴുതണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഷോർട്ട് നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്തായാലും ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജോഗ്രഫിനെ ഒന്ന് എഴുതട്ടെ. അപ്പോൾ എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ജോഗ്രഫിയിലെ മാർക്കെന്ന് പറഞ്ഞാൽ 2 മാർക്ക് ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്ക്, കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്, നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ അധികം ഞാൻ എഴുതുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ ഇതെല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിലായതുകൊണ്ടാണ് ഞാൻ വേറെ ഇപ്പോൾ ബാച്ചിലർ ക്ലാസ്സും ഇതെല്ലാം കാണുന്ന ഈ ഫോണിലാണ്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചലഞ്ചെല്ലാം കറക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 ദിവസത്തെ വീഡിയോ ഞാൻ ഒത്താക്കിയിട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്കൊന്ന് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. ഫ്രൈഡേ അല്ല തേഴ്സ്ഡേ തൊട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ഇന്നാണ് എൻഡിങ് ആയത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബോക്സിലൊട്ടിച്ച ഗ്രാഫിക്സ് ആണ്. ഭയങ്കര അട്രാക്റ്റീവ് തോന്നി. അപ്പോൾ അതുകൊണ്ടൊരു ഗ്രാഫിക്സ് ഞാൻ എൻ്റെ ബോക്സിൽ ഒട്ടിച്ചത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കാണുവരെയും ഏവർക്കും ബൈ ബൈ. ഡേ 21, 22 ആയിട്ട് കാണാം. ബൈ ബൈ.